ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഇത്രയും ദിവസത്തെ കാത്തിരുന്ന ആ ദിവസം ഇന്നെത്തി. എവിടോട്ടാന്നറിയാം നമ്മുടെ യാത്ര? രണ്ടാമത്തെ ഇന്റർനാഷണൽ യാത്രയാണ്. ഞാനും മക്കളും രണ്ടാമത്തെ ഇന്റർനാഷണൽ യാത്ര. ചേട്ടൻ 5 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, 5 ഇന്റർനാഷണൽ കേട്ടോ. അപ്പം അതെല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പം ചേട്ടനും എല്ലാരും റെഡിയായി നിൽക്കുവാണ്. എല്ലാരും തിരക്കായതുകൊണ്ട് കാണുന്നില്ലേ, വണ്ടി കിടക്കുന്നോണ്ട് ടെൻഷൻ ആയിപ്പോയി. നേരത്തെ വന്നു കേട്ടോ, അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ആകില്ല. അപ്പം ടെൻഷനൊന്നുമില്ല, ഞങ്ങളെല്ലാം റെഡിയായി. അപ്പൊ ദാ ഈ ഉടുപ്പാ ഞാൻ ഇടുന്നത് കേട്ടോ. ദാ തലയുടെ ക്ലിപ്പൊക്കെ കണ്ടോ? ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കുടുംബത്തോടൊപ്പം രണ്ടാമത്തെ ഇന്റർനാഷണൽ യാത്ര, രണ്ടാമത്തെ കൺട്രിയാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യം തായ്ലൻഡ്, ഇപ്പൊ മലേഷ്യക്ക് ഞങ്ങൾ പോവുകയാണ്. പഴയ പോലെ തന്നെ 5 ദിവസത്തെ പാക്കേജാണ്, അത് പോവുകയാണ്. പിന്നെ അപ്പൊ പോയിട്ടെല്ലാം വരാം അല്ലെ? പോകുന്ന വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചുതരും. അപ്പൊ ഓരോ ദിവസം ഡേ ബൈ ഡേ ആയിട്ടെല്ലാം കാണിച്ചു തന്നിരിക്കും ഫ്ലോയില് കേട്ടോ. അപ്പൊ ശരി, എല്ലാവർക്കും ഞങ്ങളുടെ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് യാത്രയിലോട്ട് പോകാം. അവൻ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. മോൻ ദാ ഇവിടെ റെഡി ആവുന്നു. അവനും കോളേജിൽ നിന്ന് വന്നതേ ഉള്ളൂ. മാറുന്നവനെ കാണുന്നില്ല, തന്നെ കോളേജിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് നമുക്ക് ഇടയ്ക്ക് കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാ ഇറങ്ങുവാണ്. ഓരോരുത്തർ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നു. മന ഇങ്ങോട്ട് നോക്കടാ, രണ്ടുപേരും ഇങ്ങോട്ട് നോക്കിയാ എന്തു എടുക്കാൻ. ദാ ചേട്ടൻ ഇറങ്ങുന്നു. നമ്മുടെ പെട്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ വിവരങ്ങളും കാണിച്ചു തരാം കേട്ടോ. പോകുന്ന വിവരങ്ങൾ ഇതാ ഓട്ടോ വെയിറ്റ് ചെയ്ത് കിടക്കുവാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കയറട്ടെ കേട്ടോ. കയറട്ടെ, പിന്നെ കാണാം. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്, ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ട്രിവാൻഡ്രത്തു നിന്നാണ് ഫ്ലൈറ്റ് കേട്ടോ. കാരണം ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ അത് ഇപ്പോഴും ഭയങ്കര ലേറ്റാണ്. അതുകൊണ്ട് അതൊന്നും നോക്കി നിൽക്കുന്നില്ല. കാരണം ഇത് AC ബസ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പം സ്റ്റേഷനിൽ ഇതേ വന്നു, അല്ല സ്റ്റേഷനും പോട്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നു. നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നു. ഇവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്തേക്കാണ്. ട്രിവാൻഡ്രം ബസ് AC ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. 5 മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിട്ട് കാണാം. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ബസ് വരാൻ ഇനി സമയമുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഇരുന്ന് പഠിക്കുക. പണ്ടത്തെ തായ്ലൻഡ് പോയപ്പോൾ അബദ്ധം പറ്റിയ പോലെ ആകരുതെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് അതൊക്കെ പറയുമായിരുന്നു. നമ്മുടെ മോൻ എവിടെ ഇരുന്ന് ഗെയിം കളിക്കുവാണ്. ഗെയിം കളിക്കുക ഇവിടെ ഇരുന്ന്. അങ്ങനെ ഞങ്ങൾ ബസ്സേ കയറി ഇരുന്നു കേട്ടോ. പിള്ളേർ 2 അവിടെ ഇരിപ്പുണ്ട്, ഞങ്ങൾ 2 ഇവിടെ ഇരിപ്പുണ്ട്. 2 പേര് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിനി ഇറങ്ങുമ്പോൾ കാണാം. തിരുവനന്തപുരം ട്രിവാൻഡ്രത്ത് ഇറങ്ങുമ്പോൾ കാണാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ. ഇതാ എയർപോർട്ടിലെത്തി. ഇങ്ങനെ ഞങ്ങളെ യാത്രയാക്കാൻ നമ്മുടെ ദീപക്കുട്ടൻ എത്തിയിട്ടുണ്ട്. ദാ ദേവനുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പോവാന്. ദീപു അങ്ങനെ ആക്കിയിട്ട് അവൻ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ലഗേജൊക്കെ ഇട്ടു. അപ്പോൾ ഞങ്ങൾ കഴിപ്പെല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മുട്ട
കറിയും വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് എല്ലാവരും ഇവിടെ ഇരുന്ന് ഈ എയർപോർട്ടിൽ തന്നെ ഇരുന്ന് കഴിച്ചു. പിന്നെ അവർ അവിടെ കടകളൊക്കെ നോക്കാൻ വേണ്ടി പോയേക്കുന്നു. ചേട്ടൻ വരുന്നു. ചേട്ടനെ കാണുന്നില്ല ശരിക്കും. ചേട്ടനും പിള്ളേരും കൂടെ അവിടുത്തെ കടയൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ്. സമയമായിട്ടില്ല. ഏതായാലും ഓടിക്കച്ച് വരേണ്ട കാര്യമില്ലായിരുന്നു. ഒത്തിരി വെയിറ്റിങ് ഇരിക്കേണ്ട ഒത്തിരി നേരം സമയം ഇഷ്ടംമാതിരിയുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ബസ് 1 മണിക്കൂർ ലേറ്റായിരുന്നു, ട്രെയിന് 2 മണിക്കൂർ ലേറ്റായിരുന്നു. അതുകൊണ്ട് ട്രെയിനിൽ നിന്ന് ബസ്സിലോട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തു. ട്രെയിൻ അത് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ബസ്സിലാണ് വന്നത്. ഓരോരുത്തർ കടയൊക്കെ കണ്ടിട്ട് വരുന്നു. അപ്പോൾ പ്ലെയിനെ കയറാനാവുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളെ അകത്തോട്ട് കയറ്റി വിട്ടു. ഇനി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അതാണ് നമ്മൾ കയറുന്ന ഫ്ലൈറ്റ്. കണ്ടോ, കാണുന്നത് കണ്ടോ, ഇതാണ് നമ്മൾ കയറുന്ന ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ പ്ലെയിനെ കയറാൻ പോവാണ്. പ്ലെയിനെ കയറാൻ പോവാട്ടോ. അങ്ങനെ കയറി പോവാണ്. കണ്ട, ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ, പുറത്തെ സൈഡ് ഇങ്ങനെ അങ്ങനെ കയറി അങ്ങ് പോവാണ്. അവന്മാരെ ഇളകി മറിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കയറാൻ പോവാണ്. കണ്ട, ഇതാണ് പ്ലെയിനെ കയറാൻ പോകുന്നതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറുന്നു. ഇതൊക്കെ പ്ലെയിനിൻ്റെ ഒരു ഭാഗം, വാതിലാണ്. വാതിൽ കയറി നമ്മളിങ്ങനെ കയറാൻ പോവാം. ഓരോരുത്തർ അവനവൻ്റെതായ സീറ്റ് നമ്പർ നോക്കിയിരിക്കുവാണ്. ഇവിടെ എല്ലാവർക്കും പില്ലോയുണ്ട്, പില്ലോയുണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അറ്റം വരെ നീണ്ടു കിടക്കുക. കണ്ടോ, മനസ്സിലായോ? ഈ സൈഡിലും ഇങ്ങനെ തൊട്ട് ഈ സൈഡിലും നടപ്പ് നടുക്കൂടെ ഇങ്ങനെ നടന്നും പോവാം. കണ്ടോ, അപ്പം ഞങ്ങൾ ഇരുന്ന് കേട്ടോ. ചേട്ടനൊക്കെ തൊട്ട് മുമ്പിൽ ഇരിക്കണം. ഇവിടെ കണ്ടല്ലോ, കുറച്ച് കഴിയുമ്പം വരാം. അല്ല, പൊങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ചേട്ടാ അപ്പം എന്നെ ആ സൈഡ് ഇരുത്താം. എന്നാൽ കൊച്ചിനെ ഇവിടെ ഇരുത്താം. ഞാനൊന്ന് അങ്ങോട്ട് വരാം. നല്ലതല്ലേ? എടാ ചന്തു, നിന്റെ ബാഗ് എന്ത്? നീ ചാർജറൊക്കെ നിന്റെ പോകുന്നല്ലോ. ബാഗ് ഞാൻ തരും, ഒന്നെടുത്തേ. തുറന്നേ ചാർജർ അങ്ങോട്ട് പോട്ടെ. അവനവിടെ ഇരിക്കാൻ എൻ്റെ അവനെ അവൻ എൻ്റെ സീറ്റിലോ. അപ്പം നമുക്ക് ഒരു പില്ലോ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ട്.
കണ്ട ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ബ്ലാങ്കറ്റ് നമ്മൾ എടുക്കുക കേട്ടോ. ബ്ലാങ്കറ്റ് എടുക്കുന്നു, നമുക്ക് പറിക്കാൻ നമുക്ക് എടുത്തേക്കാം. പില്ലോ ഉണ്ട്. പില്ലോ നമുക്ക് പുറകെ വെച്ച് സുഖമായിട്ടങ്ങ് ഇരിക്കാം. പിള്ളേരൊക്കെ പുറയുണ്ട്, കാണിച്ചു തരാം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നു. കണ്ടോ, ഞാൻ പുതപ്പൊക്കെ ഇട്ട് മൂടി. നല്ല ചേട്ടന് തണുപ്പായിട്ടില്ല. ഞാൻ എയർപോർട്ടിൽ വെച്ച് തന്നെ വിറച്ചിരിക്കുമായിരുന്നു. നമുക്ക് കുറയ്ക്കാനൊന്നും പറയാൻ പറ്റുമല്ലോ വീട്ടിലെ പോലെ. അതുകൊണ്ട് ഇതിനകത്ത് കയറിയപ്പോഴേ ഒന്ന് പുതച്ചിരിക്കണം എന്നൊരു മോഹമായിരുന്നു. അപ്പോൾ ഇതിലേതായാലും ബ്ലാങ്കറ്റും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്നു, ഞങ്ങളുടെ സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്തു. പുറകെ പിള്ളേര് കേട്ടോ, കാണിച്ചു തരാവേ. പിള്ളേരിതാ പുറകെ ഇരിക്കുന്നു. എടാ ഇങ്ങോട്ട് നോക്കിയേ, 3 പേരും ഇങ്ങോട്ട് നോക്കിയേ. ഇതോ ഇരിക്കുന്നു 3 പേര് തൊട്ട് പുറകെ തന്നെ ഞങ്ങളുടെ. അപ്പൊ ദാ നമുക്ക് ഞാൻ ശരിക്കും വിൻഡോയുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. വിൻഡോയിൽ മുഴുവൻ ദാ മഴ പുറത്തു പെയ്യുന്നുള്ളതുകൊണ്ട് ക്ലിയർ അല്ല, നമുക്ക് കാണാം. ഞങ്ങള് നമ്മള് വാലിന്റെ അറ്റം തന്നെ ഇരിക്കുന്ന കേട്ടോ. പ്ലെയിന്റെ വാലിന്റെ അറ്റം തന്നെ ഇരിക്കുന്നതാ കണ്ടോ, വാലിന്റെ അറ്റം തന്നെ ഇരിക്കുന്ന. എല്ലാരും ഇരിക്കുന്നതിന്റെ മുമ്പേ ഇരിക്കുന്നവരുടെ ഈ സീറ്റിന്റെ പുറകില് ചാർജറുണ്ട് കണ്ടോ. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കേട്ടോ. ഇതെന്നാ നോക്കാം നമുക്ക്. നിങ്ങളുടെ ജയ ഓരോന്ന് കഴിച്ചൊക്കെ നോക്കട്ടെ. എവിടെ ചെന്നാലും കുരുത്തക്കേടല്ലേ കാണിക്കത്തുള്ളൂ. നോക്കാം നമുക്ക്. ഇവിടെ ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നീങ്ങിപ്പോയി. പൊട്ടക്കണ്ണം കാണിച്ച പോലെ ഏതായാലും ശരിയായി. സാധനമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചാപ്പാട് കഴിക്കാനുള്ള ഇതിനകത്തൊക്കെ പണിയാൻ നമുക്ക്. കുറച്ച് എന്തൊക്കെയാന്നുള്ളത് പിന്നെ സംഭവം നോക്കാം. ചാർജർ എല്ലാം മറ്റേ ബാഗിനകത്ത്. വേണ്ട, എനിക്ക് വേണ്ട. അപ്പം നമുക്കിനി എടുത്ത പോലെ തന്നെ ഇവനെ അങ്ങ് അടച്ചേക്കാവേ. അതായാലും അത് പഠിച്ചു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തായ്ലൻഡിൽ പോയതിനകത്ത് ആ ഫ്ലൈറ്റിലും അതിൻ്റെ വലിയ ഡബിൾ ഫ്ലൈറ്റ് ആയതല്ലേ, ഇതിനേക്കാളും വലിയ ഫ്ലൈറ്റ് ആട്ടോ. ഇതിനകത്ത് തന്നെ നോക്കാം. Ladies and gentlemen, MH205 to Kuala Lumpur is ready for departure. Will all ground personnel please leave the aircraft? മൊത്തമൊന്നും കാണുന്നില്ല ഞാൻ. Crew to Amen Crosby. നമ്മുടെ പ്ലെയിൻ അങ്ങനെ മൂവ് ചെയ്യുക കേട്ടോ. മൂവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കറക്റ്റ് ചിറകിൻ്റെ ഇത് കണ്ടോ, ചിറകിൻ്റെ അവിടെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് കണ്ടോ. ചിറകാണ് ഇത് കാണുന്ന പുറകെ. ഇതാണ് നമ്മുടെ ബെൽറ്റ് കണ്ടോ. ഇതെല്ലാവരും ഇട്ടോണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പതുക്കെ നീങ്ങി തുടങ്ങി. ഞങ്ങളിരിക്കുന്നതിൻ്റെ ഇവിടെ തന്നെ ചിറക് കേട്ടോ. ഞങ്ങൾ പേടിയാണ്. ചിറക് കിടന്നോണെ ഭയങ്കരമായിട്ട് ആടുന്ന നമുക്ക് കാണാവേ. അങ്ങനെ നമ്മുടെ പ്ലെയിൻ അങ്ങനെ പൊങ്ങി കേട്ടോ. പൊങ്ങി പറന്നു. ഞങ്ങളുടെ ചിറകിൻ്റെ അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇത് ഇത്രയും ഭാഗം കാണാം കേട്ടോ. അപ്പം സമയം 2:20 വെളുപ്പിന് 2:20. അപ്പം നമ്മുടെ ഭക്ഷണമൊക്കെ കൊണ്ട് തന്നിട്ടോ. ഇത് ആപ്പിൾ ജ്യൂസാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ സമയം 8 മണിയായി ഇവിടുത്തെ ആയി കേട്ടോ. 8:20
എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓ എന്തൊരു അതിശയം തന്നെ.